ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെളുപ്പിന് 1 മണിക്കാണ്. എന്നിട്ടും ഞാൻ ഇത്ര എനർജറ്റിക് ആയിരുന്നു സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് ആ സിനിമ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ചിയാൻ വിക്രം നായകനാവുന്ന SU അരുൺകുമാർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ വീര ധീര സൂരൻ. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് ശങ്കിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കാതെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. നല്ല ക്രൗഡിനോടൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ശരിക്കും ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയുടെ ഒരു ഷോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിപോളിസിൽ. പക്ഷെ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു ഷോ നടക്കില്ല, ക്യാൻസൽ ആവുകയാണ്, എന്തോ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ എമ്പുരാൻ തലക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ സിനിമയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം അന്വേഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 4 ആഴ്ചത്തേക്ക് ഇതിൻ്റെ റിലീസ് സ്റ്റേ ചെയ്തു എന്നൊക്കെ കേട്ടു. അപ്പോൾ ഇനി അടുത്ത മാസത്തേക്കായോ? മിക്കവാറും ഈ മയിൽപീലി പുസ്തകത്തിൽ പെറ്റുപെരുകാൻ വെക്കുന്നത് പോലെ പെട്ടിക്കകത്ത് പെറ്റുപെരുകാൻ വെച്ചിരിക്കുന്ന ചിയാൻ വിക്രമിൻ്റെ മറ്റൊരു സിനിമയായി ഈ സിനിമ മാറുമോ എന്ന് ഞാൻ ശങ്കിച്ചു. പക്ഷേ എല്ലാ ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് വൈകുന്നേരത്തോടുകൂടി പടത്തിൻ്റെ ഷോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എമ്പുരാന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഈ സിനിമ കണ്ടേക്കാം എന്ന് കരുതി ഈ പടത്തിന് കയറിയിട്ടുള്ള ആളുകളില്ലേ, അവരുടെ സന്തോഷമാണ്. അവർക്ക് ശരിക്കും ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീലായിരിക്കും. SU അരുൺകുമാർ, പേര് പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, അദ്ദേഹത്തിൻ്റെ അവസാനം റിലീസായിട്ടുള്ള സിനിമ ചിത്തയാണ്. പന്നയാറും പത്മിനിയും എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ പുള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട്. സേതുപതി എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ സിനിമ അദ്ദേഹത്തിൻ്റെയാണ്. അങ്ങനെ കുറച്ച് ഗംഭീര സിനിമകളൊക്കെ സ്വന്തം പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. തുഷാര വിജയൻ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം അവരുടെ നമുക്ക് ഈ സിനിമയിൽ കാണാനുണ്ട്. അവർ അടിപൊളിയാണ്. അത് ഈ സിനിമയിലും തുടരുന്നു. SJ സൂര്യയുടെ സാന്നിധ്യമുണ്ട്. എന്തായാലും കുറച്ച് ലേറ്റായി രാത്രിയാണ് കണ്ടതെങ്കിലും ലേറ്റ് ആയാലും ലേറ്റസ്റ്റായി വന്നു എന്ന് പറഞ്ഞ പോലെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പോസിറ്റീവ്സിൽ ഒന്നാമത്തത് ഒരു സെയിം ഓൾഡ് ടിപ്പിക്കൽ തമിഴ് പടം പരിപാടിയായി പോകുമായിരുന്ന ഒരു കഥയെ അതിൻ്റെ ഒരു സ്റ്റോറി പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ അവതരണ മികവ് കൊണ്ടൊക്കെ അതിനൊരു ഗംഭീര എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ സംവിധായകന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരൊറ്റ രാത്രി നടക്കുന്ന കഥയാണ്. പക്ഷേ ആ ഒറ്റ രാത്രിയിൽ നിന്നുകൊണ്ട് നമ്മുടെ നായകൻ്റെ പാസ്റ്റിലേക്കും കൂടി ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ അയ്യോ ചില സമയത്തുണ്ടല്ലോ നമ്മൾ കൈവിട്ട് പോയി കൈയടിക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ എൻ്റെ മോനെ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലത്തെ മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. അങ്ങനെ അതിനെ വളരെ റിച്ചാക്കി നിർത്താൻ ഈ ഇതിൻ്റെ ഒരു ടോട്ടൽ മേക്കിംഗ് പാറ്റേണിന് പറ്റുന്നുണ്ട്. രണ്ടാമത് പോസിറ്റീവ് GV പ്രകാശിൻ്റെ ആറാട്ടാണ്. അയാളെ കുറിച്ച് ഞാൻ ഇനി എന്ത് പറയാനാണ്. പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ഈ ലാസ്റ്റ് വന്ന ഒക്കെ സിനിമകളും അത് ഗംഭീരമായിട്ട് തന്നെ വർക്കാവുന്നതാണ്. അത് ഈ സിനിമയിലും ഉണ്ട്. നല്ല ബീറ്റിൽ നല്ല രസമായിട്ട് പോകുന്ന കുറേ സാധനങ്ങൾ. പ്രത്യേകിച്ച് ഇതിൽ ചിയാൻ വിക്രമിൻ്റെ ഇൻട്രോ ഉണ്ട്. ഇൻട്രോ ആ ട്യൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളി മുണ്ടിങ്ങനെ കുടയുന്നുണ്ട്. ആ കുടയുന്ന ആ ഒരു ബീറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി വരുന്നതൊക്കെ ഭയങ്കര ബ്ലെൻഡായിട്ടേ എന്ത് രസമെന്നറിയോ. പക്ഷേ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് വിദ്യാസാഗർ സംവിധാനം ചെയ്ത ഒരു പഴയ സിനിമയിലെ പാട്ട് അവർ വീണ്ടും അവതരിപ്പിച്ചപ്പോഴാണ്. പക്ഷേ അതിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വിദ്യാസാഗറിന് മാത്രം അവകാശപ്പെട്ടതല്ല. അത് നിങ്ങൾ പാട്ട് ഏതാണെന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ തിയേറ്ററിൽ അറിഞ്ഞാൽ മതി, വേറെ ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. പിന്നത്തെ പോസിറ്റീവ് ഫൈറ്റ് സീക്വൻസുകളാണ്. സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എമ്പുരാൻ കണ്ടതാണ്. എമ്പുരാൻ വിഷ്വലി ഭയങ്കര രസമായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. വേറെ പല വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിലും അതൊക്കെ റിവ്യൂവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും മേക്കിംഗ് കൊണ്ട് ഭയങ്കര രസമൊക്കെയാണ്. എന്നാലും അതിലെ ഫൈറ്റ് സീക്വൻസുകൾ ഫൈറ്റ്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നായകൻ്റെ തിരിച്ചടി പരിപാടികൾ അതൊക്കെയും ചിലതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. ഇങ്ങനെ ആയിരിക്കും ഇയാൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ അപ്പോൾ പോലും അത് വിക്രമിൻ്റെ ആ ഒരു സ്റ്റൈലും പരിപാടിയും പിന്നെ ആ ഒരു സ്കോറൊക്കെ കയറി വരുന്നതും ഒക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല വെട്ടിപ്പായിട്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് അത് ചിയാൻ വിക്രമാണ്. പുള്ളിയുടെ ആ മുണ്ട് മടക്കൽ സ്റ്റൈല് ഞാൻ അതിൻ്റെ ഒരു ഫാനായിട്ട്. ആ കൊടഞ്ഞിട്ട് ഒരു ഉടുക്കലുണ്ട്, പുള്ളിയുടെ നടത്തമുണ്ട്, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഉണ്ട്, പിന്നെ മാറിയുള്ള പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു നിപ്പുണ്ട്, പിന്നെ നല്ല റോ ആയിട്ട് ആ താടിയൊക്കെ പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന അയ്യോ അങ്ങനെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അതിൻ്റെ കൂടെയാണ് വളരെ അധികം ഇമോഷണൽ കണക്റ്റുള്ള ഒരു സ്റ്റോറിയെ ഗംഭീരമായി അവതരിപ്പിച്ച് നല്ല കുറേ ഫൈറ്റ് സീക്വൻസുകളും കൂടി ചേർത്തുകൊണ്ട് മാസമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, അതും കൂടി ചേരുന്നത്. മൊത്തം പ്രകടനങ്ങൾ മികച്ചത് തന്നെയായിരുന്നു. അതിപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആണെങ്കിലും പുള്ളി തമിഴിൽ പോയി തകർത്തിട്ടുണ്ട്. മാലാപാർവതി ഉണ്ട് സിനിമയിൽ, അവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. SJ സൂര്യ ആസ് ഓൾവേസ് ആറാടിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ മെയിൻ ആറാട്ടിരിക്കുന്നത് ഇതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ രാത്രിയാണ്, എല്ലാം രാത്രി സീക്വൻസുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ദൃശ്യഭംഗി വാരിക്കോരി കാണിക്കാനുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. എന്നാൽ അതേസമയം ഇത് വളരെ എൻഗേജിങ് ആയി ത്രില്ലിംഗ് ആയി തന്നെ പോകണം. ചിയാൻ വിക്രം നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ, നായകനായിരിക്കും ഏറ്റവും അവസാനം അന്തിമ വിജയം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവുക. പക്ഷെ അപ്പോൾ പോലും ഇനി അടുത്തതെന്ത് എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് അടിപൊളിയായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അവർ VFX യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് തോന്നി. പക്ഷെ പടത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്
ഇതിങ്ങനെ ഉണ്ട് എന്നുള്ളത് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടൊരു ഓർമ്മയുണ്ടെങ്കിലും പടം കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അതില്ലായിരുന്നു. ഒരു ഷോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഒരു ഡയലോഗിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ വലിയ കോൺവെർസേഷൻസ് ആയി, പിന്നെ അതിൻ്റെ ഇടയിൽ അറ്റാക്കും പരിപാടികളും ആയി, ഫൈറ്റായി, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എസ് ജെ സൂര്യയും സുരാജ് വെഞ്ഞാറമ്മൂടും വിക്രമും പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ടെക്നിക്കലി ഗംഭീരമായിട്ട് വരേണ്ട കാര്യങ്ങളും എല്ലാം ചേരുന്ന ഒരു 10-18 മിനിറ്റ് നീളമുള്ളൊരു ഒരു സിംഗിൾ ഷോട്ടുണ്ട് പടത്തിൽ. അയ്യോ, അത് മാരകമായിരുന്നു. അത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, എങ്ങനെയാടാ ഇവരിത് എടുത്തത്, എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവും, എത്ര റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുത്തു വെച്ചിരിക്കുന്ന ഷോട്ടാണത്. തേനി ഈശ്വറിൻ്റെയാണ് ക്യാമറ, വേറെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ തമിഴിലെ ഗംഭീരമായ കുറേ സിനിമകൾക്ക് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള പ്രസന്ന ജെയ്ക്കാണ് ഇതിൻ്റെ എഡിറ്റർ. പടത്തിൻ്റെ ടോട്ടൽ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റും അതിലെ മേക്കിംഗ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും, ഇപ്പോൾ തോക്കുകളൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് കിഴങ്ങ് എന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അത്രയും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേ, മറ്റേ കളിപ്പാട്ട തോക്ക് എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നുമല്ല, അത് ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യും ഒറിജിനൽ ആണെന്ന്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇമോഷണൽ കണക്റ്റ് ആണ്. ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് നിൽക്കുന്നത്, മറ്റേ ദൃശ്യത്തിൽ ജോർജ് കുട്ടി പറയുന്നത് പോലെ. പക്ഷേ ഇവിടെ ഫാമിലിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്നൊരു നായകനാണ്. പക്ഷേ അയാൾക്ക് ഫാമിലിയുടെ വില അറിയാം. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു പരിപാടിയാകുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ബാക്കിയുള്ളവർ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ജലദോഷമായിരുന്നു തോന്നുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ കഥയിലും പലയിടങ്ങളിലായിട്ട് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി കുട്ടികൾക്ക്, അതായത് കുഞ്ഞു കഥാപാത്രങ്ങൾക്കും വളരെ പ്രാധാന്യം ഉണ്ടല്ലോ എന്ന്. പക്ഷേ പിന്നെയാണ് അവരും കൂടി ചേരുന്നതാണ് കുടുംബം. അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നത്. അത് സ്വന്തം കുടുംബം മാത്രമല്ല, കുഞ്ഞുങ്ങളും കുഞ്ഞുകുട്ടി പരാധീനതകളുള്ള ആളുകളുടെ ഒക്കെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എൻ്റെ കുടുംബത്തിന് അത്രമേൽ ദോഷമാവുമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ നിങ്ങളെ ആക്രമിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. അത് ലിറ്ററലി ഫീൽ ചെയ്യും. അങ്ങനെ ഗംഭീരമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമ്പുരാന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് മനസ്സോടെ ഈ പടത്തിന് ഇന്ന് കയറിയിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. അവർ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും. അവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ചിയാൻ വിക്രം ഫാൻസ് അതിനേക്കാളേറെ സന്തുഷ്ടരായിട്ടുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞ് റിലീസ് മാറ്റി വെക്കുന്ന ഒരു സിനിമയായി ഇത് മാറുമോ എന്ന പേടിയിൽ നിന്ന് സിനിമ റിലീസായെന്ന് മാത്രമല്ല, തിയേറ്ററിൽ ഒരുപാട് ഇടങ്ങളിൽ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ചിയാൻ വിക്രം ഫാൻസ് മാത്രമല്ല, തിയേറ്ററിൽ സിനിമ കണ്ട് ആ തിയേറ്ററിലെ ഓളത്തിൽ പടം കാണാൻ ഇഷ്ടപ്പെടുന്ന എന്നെ പോലത്തെ കുറേ പ്രേക്ഷകരും വളരെ ഹാപ്പി ആയിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, SU അരുൺകുമാർ സ്റ്റിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിന് നല്ലൊരു പടം കണ്ടല്ലോ എന്ന് പറയുന്നൊരു ഫീല് തരുന്ന സംവിധായകനായി തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, പേഴ്സണലാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടു നോക്കുക. തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.